കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. ഉപജില്ലാ പ്രസിഡന്റ് ആർ മുഹമ്മദ് റഫീഖിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സബ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്രീകൃഷ്ണൻ കൊപ്പാറയത്ത് സ്വാഗതം പറഞ്ഞു. കായംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് മെഡിക്കൽ കിറ്റ് വിതരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ആർ തനൂജ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ രഘുകുമാർ, എസ് അമ്പിളി, ജില്ലാ പ്രസിഡന്റ് രാജീവ് കണ്ടല്ലൂർ, സംസ്ഥാന കൌൺസിലർ പ്രമോദ് ജേക്കബ്, സംസ്ഥാന ഉപസമിതി കൺവീനർ കെ ശ്യാംകുമാർ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഗോകുൽജി, വനിതാ ഫോറം ജില്ലാ കൺവീനർ ഷീത ബഷീർ, ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി റംഷാജ്, ഉപജില്ലാ വനിതാ ഫോറം കൺവീനർ ശ്രീരഞ്ജിനി, ഉപജില്ലാ വൈസ് പ്രസിഡന്റ് റീജ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. താഴെത്തട്ടിലുള്ള ജനവിഭാഗത്തോടൊപ്പം ജീവിച്ച ഒരു ജനനേതാവായിരുന്നു. ഒരു നേതാക്കന്മാർക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോ ദീർഘവീക്ഷണമോ ഇല്ലാതെ പോയ കാലത്ത് ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരു മഹാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളതെന്നുള്ളതാണ് കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ആവേശം തകരുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് തീർത്ഥാടനക്കാരെ പോലെ, തീർത്ഥാടന യാത്ര പോലെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്ര നേതാവിന്റെയും കല്ലറയിലേക്ക് ഇതുപോലെ ജനബാഹുല്യം കാണില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇന്നും നിങ്ങൾ നോക്കിയാൽ മതി, ഇന്നത്തെ വാർത്താ മാധ്യമം ശ്രദ്ധിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് കേരളത്തിന്റെ അങ്ങ് കണ്ണൂർ മുതൽ അങ്ങ് വടക്കേയറ്റം മുതൽ അങ്ങ് തെക്കേയറ്റം വരെയുള്ള ജനവിഭാഗങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഈ ജനത്തെ ചേർത്ത് പിടിച്ചതിന്റെ ഒരു മകുടോദാഹരണമാണ് ഇന്ന് ആ ജനപ്രവാഹം. അദ്ദേഹം അധ്യാപകരോടുള്ള ഒരു അധ്യാപക പാക്കേജ് കൊണ്ടുവന്നതിന്റെ ഫലമായി അനേകം അധ്യാപകരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആൾക്കാരോടെയും നിസ്സീമമായ തന്റെ കർത്തവ്യം നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ വാത്സല്യം കിട്ടാത്ത ഒരു നേതാവ് പോലും ഇന്ന് കേരളത്തിലെ ജനവിഭാഗങ്ങൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, താഴെത്തട്ടുള്ള ജനവിഭാഗങ്ങൾക്കായി അനേകം പ്രൊജക്ടുകൾ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവന്ന അനേകം പ്രൊജക്ടുകളാണ് ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ജാതി, മത, വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി എല്ലാ ജീവികളോടും അശരണർക്ക് ആശ്രിതനായിരുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ പാദങ്ങളിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും ആത്മാവ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ആശങ്കകൾ, അവർക്കെല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് എന്ന് നമുക്ക് തെളിയിച്ചു തന്നൊരു വ്യക്തിത്വമാണ്. രാഷ്ട്രസേവനമാണ് തൻ്റെ ജീവിതം. അതെന്ന ജീവിതം തന്നെ സന്ദേശമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി പുഷ്പാഞ്ജലികൾ. CDNet ന്യൂസ്, കായംകുളം.